വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ക്യൂരിയോസിറ്റി എന്ന സയൻസ് ടെക്സ്റ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് എന്നാണ്. നമുക്ക് ഈ പാഠത്തിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ആദ്യം നോക്കാം. 1ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സയൻസ്? എന്താണ് സയൻസ്? Science is a way of thinking, observing and doing things to understand the world we live in and to uncover the secret of universe. എന്താണ് പറഞ്ഞത്? നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെ നിരീക്ഷണം ചെയ്യുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ആ പ്രപഞ്ച രഹസ്യങ്ങളെ വെളിപ്പെടുത്താനുള്ള ചിന്താരീതിയാണ് സയൻസ്. മനസ്സിലായില്ലേ? നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെ നിരീക്ഷണം ചെയ്യണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, ആ പ്രപഞ്ച രഹസ്യത്തെ വെളിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്താരീതിയാണ് ഈ സയൻസ്. മനസ്സിലായോ? 2ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ് അബൌട്ട് സയൻസ്? സയൻസിനെ സംബന്ധിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? ദ മോസ്റ്റ് വണ്ടർഫുൾ തിങ് അബൌട്ട് സയൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എവരിവെയർ. സയൻസിനെ സംബന്ധിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം അത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. From the depth of the ocean to the vastness of the outer space. From the depth of the ocean to the vastness of the outer space. സമുദ്രത്തിൻ്റെ ആഴങ്ങൾ മുതൽ ബഹിരാകാശത്തിൻ്റെ അനന്തത വരെ അതുണ്ട്. From what is cooking in the kitchen to what is happening in the playground. അടുക്കളയിൽ നടത്തുന്ന പാചകം മുതൽ കളികളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ കളിക്കളങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ സയൻസിനെ കാണാം. അതാണ് ഇതിൻ്റെ അത്ഭുതം. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയാം. The most wonderful thing about science is that it is everywhere, from the depth of the ocean to the vastness of the outer space, from what is cooking in the kitchen to what is happening in the playgrounds. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. What are the 3 states of water? ഉത്തരം ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ. 3 സ്റ്റേറ്റ്സ് ആണ്. ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ. അടുത്തത് സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. അതിൻ്റെ ഉത്തരം ഐസാണ്. വാട്ട് ഈസ് ദ സോളിഡ് സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ? സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഐസ്. ദെൻ വാട്ട് ഈസ് ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ? ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ദ വാട്ടർ വേപ്പർ. അത് വാട്ടർ വേപ്പറാണ്. അടുത്ത ചോദ്യം, ഹൂ ആർ സയൻറ്റിസ്റ്റ്? ആരായി സയൻറ്റിസ്റ്റുകളെ? സയൻറ്റിസ്റ്റ് ആർ പീപ്പിൾ who follow the scientific method in solving the problems or to discover new things. സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ സയൻറ്റിഫിക് മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും. ഓർ ടു ഡിസ്കവർ ന്യൂ തിങ്സ്. അതും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടെത്തും. പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഡിസ്കവർ ചെയ്യും. അവരാണ് സയൻറ്റിസ്റ്റ്. കേട്ടോ? ചാപ്റ്റർ 2, ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. നമ്മുടെ പ്രകൃതി ചുറ്റുപാടും കാണപ്പെടുന്ന ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയൊക്കെയുള്ള വൈവിധ്യങ്ങളും ഒക്കെ ആണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി നോക്കേണ്ടത് അതിൻ്റെ ഒരു ചോദ്യം നോക്കാം. 1ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഓബ്ജക്റ്റീവ് ഓഫ് നേച്ചർ വാക്ക്? നേച്ചർ വാക്കിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഉത്തരം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഒബ്ജക്റ്റീവ് ഓഫ് ദ നേച്ചർ വാക്ക് ഈസ് to experience the beauty and variety of plants and animals in the nature. ഒന്നുകൂടെ പറയാം. ഒബ്ജക്റ്റീവ് ഓഫ് ദ നേച്ചർ വാക്ക് ഈസ്, അങ്ങനെ നടക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി, സൗന്ദര്യം ആസ്വദിക്കുക, ആൻഡ് വെറൈറ്റി ഓഫ് ബ്യൂട്ടി ആൻഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്രകൃതി കാണുന്ന സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒക്കെ സൗന്ദര്യവും അതിൻ്റെ വൈവിധ്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. കേട്ടോ? നടക്കുന്നത്. 2, പെക്യുലാരിറ്റീസ് ഓഫ് ഗ്രാസ്. അപ്പോൾ അത് നിങ്ങൾക്ക് 11ാമത്തെ പേജിൽ ഒരു ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്. കുറച്ച് ഭാഗം പൂരിപ്പിക്കാനൊക്കെ. ഇത് വായിച്ച ശേഷം നിങ്ങൾക്ക് പൂരിപ്പിക്കാം, ഇത് പഠിച്ച ശേഷം പൂരിപ്പിക്കാം. പെക്യുലാരിറ്റീസ് ഓഫ് ഗ്രാസ്. ഗ്രാസിൻ്റെ പ്രത്യേകതകൾ. ഓരോന്നും നമ്മൾ ഓർക്കണം. സ്റ്റെം ഈസ് സോഫ്റ്റ്, നാരോ ആൻഡ് ജോയിൻറ്റഡ്. അങ്ങനെ എഴുതാം. പറയാം. സ്റ്റെം ഈസ് സോഫ്റ്റ്, നാരോ ആൻഡ് ജോയിൻറ്റഡ്. അത് സ്റ്റെമ്മിൻ്റെ കാര്യമാണ്. മൃദുവാണ്, നാരോ ആണ് എന്ന് പറഞ്ഞാൽ തീരെ കനം കുറഞ്ഞതാണ്, ജോയിൻറ്റഡ് ആണ്. പിന്നെ ലീവ്സിൻ്റെ കാര്യം പറയുമ്പോഴേ സിംഗിൾ ലീവ്സാണ്. സിംഗിൾ ലീവ്സ് ഗ്രോ ഓൾട്ടർനേറ്റീവ്ലി ഫ്രം ഈച്ച് നോട്ട്. ഓരോ മുട്ടിൽ നിന്നും
ഒന്നര വിട്ട മുട്ടുകളിൽ നിന്ന് ഓരോ ഇലയുണ്ടാവുന്നതാണ് ചെയ്യുന്നത്. ഇല ഗ്രീനാണ്, നാരോ ലീവ്സാണ് കേട്ടോ, അതും എഴുതാം. പിന്നെയോ ഫ്ലവേഴ്സിൻ്റെ കാര്യത്തിൽ സ്പൈക്സ് ഓഫ് ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് ഒരു സ്പൈക്ക് പോലെയാണ്, പൂങ്കുലയാണ് അത്. വിൻ പോളിനേറ്റഡാണ്, പരാഗണം നടക്കുന്നത് കാറ്റടിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ വേര് നോക്കിയാൽ ഫൈബ്രസ് റൂട്ടാണ്. അപ്പോൾ റൂട്ട് ഫൈബ്രസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് എഴുതിയിട്ട് സ്റ്റെമ്മിൻ്റെ കാര്യം പറയണം, ലീഫിൻ്റെ കാര്യം പറയണം, പിന്നെ പൂവിൻ്റെ കാര്യം പറയണം, വേരിൻ്റെ കാര്യം പറയണം. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ക്രമത്തിൽ പറഞ്ഞാൽ മതി. അടുത്തത് തുളസിയാണെന്ന് വെച്ചാൽ തുളസിയുടെ സ്റ്റെമ്മ. തുളസിയുടെ വേറൊരു പേര് ഹോളി ബേസിൽ നിന്നാണ്. തുളസി ഒത്തിരി തരമുണ്ട് കേട്ടോ. കൃഷ്ണ തുളസിയുണ്ട്, രാമതുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്, അങ്ങനെ ഒത്തിരി തുളസികളുണ്ട്. അതിലിവിടെ കൊടുത്തിരിക്കുന്നത് പടത്തിൽ കൊടുത്തിരിക്കുന്നത് കൃഷ്ണ തുളസിയാണ്. പിന്നെ ഹോളി ബേസിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്റ്റെം ഹാർഡാണ്, തിന്നാണ്. ഓർമ്മ, സ്റ്റെം ഹാർഡ് ആൻഡ് തിൻ, കട്ടിയുള്ളതും മെലിഞ്ഞതുമാണ്. ലീവ്സ് അറേഞ്ച്മെൻറ്റ് ഓഫ് എ പെയർ ഓഫ് ലീവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലീവ്സ് ആണെങ്കിൽ അതിൻ്റെ മുട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആണ് കാണപ്പെടുന്നത്. 2 ഇലകൾ ഒരു മുട്ടിൽ നിന്ന് പുറപ്പെടും. പിന്നെ ഫ്ലവേഴ്സ് പിങ്കിഷ് പർപ്പിളാണ്. തുളസി കതിരിന് പിങ്കിഷ് പർപ്പിൾ നിറമാണെന്ന് ഓർത്തിരിക്കണം. വേറെ എന്താ ഒബ്സർവേഷൻ? ലീവ്സ് ഹാവ് അരോമ ഓർ സെൻറ്റ്. ഇലയ്ക്കൊക്കെ ഒരു വാസനയുണ്ടല്ലേ, അപ്പോൾ അതും എഴുതാം. അടുത്തത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി, ഷൂ ഫ്ലവർ. ആദ്യം നമുക്ക് സ്റ്റെമ്മിനെ പറ്റി അറിയാം. സ്റ്റെം ഹാർഡ് ആൻഡ് വുഡി സ്റ്റെമ്മാണ്. ലീവ്സ് ഹാവ് വേവി ടൂത്ത് മാർജിൻ. അതിൻ്റെ മാർജിൻ, ലീവ്സിൻ്റെ മാർജിനിൽ അറക്കവാളിൻ്റെ പല്ല് പോലെ, അതിനാ വേവി ടൂത്ത് മാർജിൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രീൻ കളറാണെന്ന് എഴുതാം. ലീവ്സ് ഓൾട്ടർനേറ്റ്ലി അറേഞ്ച്ഡാണ്. ഓരോ മുട്ടിൽ നിന്ന് ഒന്നടവിട്ട മുട്ടുകളിൽ നിന്നാണ് ഈ പറയുന്ന വശങ്ങളിലേക്ക് ഓരോ ഇല വീതം പുറപ്പെടുന്നത്. ഒരു മുട്ടയിൽ ഇടത്തോട്ടാണെങ്കിൽ വേറൊരു വശത്ത് വലത്തോട്ടായിരിക്കും. അങ്ങനെ ഒന്നരവിട്ട സ്ഥലങ്ങളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലീവ്സ്. ഫ്ലവേഴ്സ് മൾട്ടി പെറ്റൽഡാണ്. അതിൽ പടത്തിൽ കൊടുത്തിട്ടുള്ള 5 ഇതളുണ്ട് ഇല്ലേ. ചില ചെമ്പരത്തി പൂവിന് ഒരുപാട് ഇതളുണ്ട്. അപ്പോൾ നിങ്ങൾ മൾട്ടി പെറ്റൽഡ് എന്ന് പറഞ്ഞാൽ മതി. മറ്റ് ഒബ്സർവേഷൻ എന്താണെന്നറിയാമോ? അവിടെ എഴുതുന്നുണ്ട് ഫ്ലവേഴ്സ് ആർ കളർഫുൾ. പൂക്കൾക്കൊക്കെ നല്ല നിറമാണെന്ന് എഴുതാം കേട്ടോ. പിന്നെ നീം ട്രീയെ പറ്റി പറയുന്നുണ്ട്. നീം ട്രീ എന്ന് പറഞ്ഞാൽ വലിയ മരമാണ്. അതിൻ്റെ സ്റ്റെം ഹാർഡ് ആൻഡ് തിക്കാണ്. ലീവ്സ് വേവി ടൂത്ത് ലീവ്സാണ്. പിന്നെ ലീവ്സ് ആർ മെഡിസിനൽ എന്ന് പറയാം. ഫ്ലവേഴ്സ് ചെറിയ ചെറിയ പൂക്കളാണ്. സ്മോൾ ഫ്ലവേഴ്സ് ആർ സീൻ. അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. നെക്സ്റ്റ് ഈസ് കോക്കനട്ട് ട്രീ. കോക്കനട്ട് ട്രീൻ്റെ സ്റ്റെം സിംഗിൾ സ്റ്റെംഡാണ്, അല്ലെങ്കിൽ മോണോകോട്ട് ട്രീ എന്ന് പറഞ്ഞാൽ മതി. ദെൻ ഹാർഡാണ്, വുഡിയാണ്. തെങ്ങിന് തടിക്ക് നമ്മൾ അറുത്ത് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ. പിന്നെ ലീവ്സോ, ലീവ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ആണ്. അല്ലേ അതിൻ്റെ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കാണുന്നത് അല്ലേ, അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. ലീവ്സ് ആർ ഗ്രീൻ. പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കാണപ്പെടുന്നത്. അതിൻ്റെ റൂട്ട്സ് ഫൈബ്രസ് റൂട്ടാണ്, നാരുവേര് പടലമാണ്, തൈവേരല്ല, ഫൈബ്രസ് റൂട്ട്സ്. അത്ര ഓർത്തിരിക്കണം. കോക്കനട്ട് ട്രീയെ പറ്റി പറയുമ്പോൾ സ്റ്റെം സിംഗിൾ സ്റ്റെം മോണോകോട്ട് ട്രീ, ഹാർഡ് ആൻഡ് വുഡി, ലീവ്സ് ഗ്രീൻ ലീവ്സ്, ലീവ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ, ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ്, റൂട്ട്സ് ഫൈബ്രസ് റൂട്ട്സ്. അത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ആദ്യം തെങ്ങിനെ പറ്റി ഓർക്കണം, പിന്നെ അതിൻ്റെ സ്റ്റെമ്മിനെ പറ്റി, ലീഫിനെ പറ്റി, ഫൈബ്രസ് റൂട്ടിനെ പറ്റിയൊക്കെ എഴുതാം കേട്ടോ. അടുത്ത് നെയിം ഓഫ് ആനിമൽസ് ആൻഡ് പെക്യൂലാരിറ്റീസ്. അത് 12ാമത്തെ പേജുള്ള പുസ്തകത്തിൻ്റെ. ക്രോസിൻ്റെ പ്രത്യേകത ലീവ്സ് ഓൺ ട്രീസ് ഒന്നാമത് പറയാം. ഇറ്റ് ഈസ് ഇൻസെക്ട്സ് ടു ഫ്ലൈ ആൻഡ് വോക്ക്. സ്ട്രോങ് ബീക്ക് ഉണ്ട്, ബ്ലാക്ക് ഇൻ കളർ. അത് നമുക്ക് മനസ്സിൽ ഓർത്ത് പറഞ്ഞാൽ മതി. കാക്കകൾ ലീവ്സ് ഓൺ ട്രീസ്, മരങ്ങളിൽ ജീവിക്കുന്നു. ഈറ്റ് ഇൻസെക്ട്സ്, ഇൻസെക്റ്റിനൊക്കെ കുത്തി തിന്നും. ഫ്ലൈ ആൻഡ് വോക്ക്, പറക്കും നടക്കും. സ്ട്രോങ് ബീക്കുണ്ട്, ശക്തിയേറിയ ചുണ്ടുണ്ട്, ബ്ലാക്ക് കളറാണ്. അത്രയും പറയാം. ഇനിയോ ആൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആൻസ് ഇൻ സോയിൽ ആൻഡ് ബറൂസ്, മണ്ണിലും ചെറിയ മണ്ണിലെ മാളങ്ങളിലുമാണ് കഴിയുന്നത്. ഈറ്റ്സ് ലീവ്സ് സീഡ്സ് ആൻഡ് ഇൻസെക്ട്സ്, അവ ഇല തിന്നും, വിത്തുകൾ തിന്നും, സീഡ്സ് തിന്നും. ആൻഡ് ഇൻസെക്ട്സ് ചെറിയ ജീവികളെ തിന്നും. മൂവ് ഓൺ ലെഗ്സ്, നടക്കുക ചെയ്യുന്നത്. ദേ ഹാവ് 6 legs, അവർക്ക് 6 കാലുകളുണ്ട്. അടുത്ത കൗ, പശു, അത് നിങ്ങൾക്ക് അറിയാം, ഡൊമസ്റ്റിക് ആനിമലാണ്, വീട്ടിൽ വളർത്തുന്നതാണ്. ഈറ്റ്സ് ഗ്രാസ് ആൻഡ് ലീവ്സ്, തിന്നുന്നത് പുല്ലും അതുപോലെ തന്നെ ഇലകളൊക്കെ തിന്നും. വോക്ക് ഓൺ 4 legs, 4 കാലുകൾ കൊണ്ട് നടക്കും. ലോങ് ടൈലുണ്ട്. ഗീവ്സ് മിൽക്ക്, അവ പാലും തരും. ഗോട്ടിൻ്റെ കാര്യം ഇതൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഗോട്ട് ഡൊമസ്റ്റിക് ആനിമലാണ്. ലീവ്സ് ആൻഡ് ഗ്രാസ്, പുല്ല് തിന്നും, അതുപോലെ തന്നെ ഇലകളൊക്കെ തിന്നും. മൂവ് ഓൺ ലെഗ്സ്,
ഹാവ് 4 legs, ഹാവ് ഹെയറി സ്കിൻ, പിന്നെ ഹാവ് ഷോർട്ട് ടെയിൽ എന്നും പറയാം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? സസ്യങ്ങൾക്കും എല്ലാവർക്കും പരസ്പരമുള്ള വൈവിധ്യങ്ങളുണ്ട് ഇല്ലേ, വ്യത്യാസങ്ങളുണ്ട്. ജന്തുക്കൾക്കും അതുപോലെ തന്നെ വ്യത്യാസങ്ങളുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.